പേഷ്യന്റ് ഹാർനസ് യൂസ് ചെയ്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യും. ഓക്കെ. അപ്പോൾ ഒരു എക്സോസ്കെൽറ്റൽ സിസ്റ്റം ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഒരു പേഷ്യന്റിനെ ഈ ഒരു റോബോട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? അങ്ങനത്തെ പേഷ്യൻസിനാണ് യൂഷ്വലി റോബോട്ട് യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു ഫിസിയോതെറാപ്പി മാത്രമായിട്ടല്ല നിങ്ങളുടെ ഒരു ഇത് വർക്ക് നടക്കുന്നത് അല്ലേ? അങ്ങനെയല്ല, എല്ലാവരും ഒരുമിച്ചാണ്. 900 സ്റ്റെപ്പ് വരെയാണ് പോകുന്നത് റോബോട്ടിക്സിൽ. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഒരു 500 സ്റ്റെപ്പ് കൊടുക്കാം. എന്തൊക്കെ പ്രശ്നത്തിലെ ചികിത്സയാണ് ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്ട്രോക്ക്, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി, എന്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ആയിക്കോട്ടെ. ഒമാനിൽ നിന്ന് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അബൌട്ട് 41-year-old ലേഡി ആയിരുന്നു. സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് ഏകദേശം 5 years കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം നടന്നിട്ടാണ് അവർ ഡിസ്ചാർജ് ആയി പോയത്. F0 വന്നിരിക്കുന്ന ആസ്റ്റർ മിംസ് അരീക്കോടാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിൽ നല്ലൊരു പരിഹാരം ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതായത് ചെറുപ്പക്കാരിൽ വരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ ആക്സിഡൻസ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഇല്ലാതായി എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിനൂതനമായിട്ടുള്ള ടെക്നോളജി വഴി, അതും റോബോട്ട് വെച്ചിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം തന്നെ കാണുന്നത്. റോബോട്ട് വെച്ചുകൊണ്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ചികിത്സാ രീതി ആസ്റ്റർ മിംസ് അരീക്കോട് നടക്കുന്നുണ്ട്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഡോക്ടർ നെയ്മ, അതേപോലെ ഡോക്ടർ മാജിദ്. എന്തൊക്കെ പ്രശ്നത്തിലെ ചികിത്സയാണ് ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളം വളരെ മുന്നിലാണ് എല്ലാ ആരോഗ്യ മേഖലയിലും. പക്ഷെ ഇപ്പോഴും നമ്മൾ റീഹാബിലിറ്റേഷൻ എവിടെയും കാര്യമായിട്ട് എത്തിയിട്ടില്ല. ഇവിടെ നിങ്ങൾ ചോദിച്ച പോലെ നമ്മൾ എന്തൊക്കെ ചികിത്സയാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക്, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി, എന്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ആയിക്കോട്ടെ, ഒരാളുടെ കൈകാലുകൾക്ക് ബലശേഷി കുറയുന്ന എന്ത് അസുഖമായിക്കോട്ടെ, അവരെ നമ്മൾ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള അസുഖങ്ങൾക്കാണ് ചികിത്സ കൊടുക്കുന്നത്. നമ്മൾ പറയും ആരോഗ്യമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ആരോഗ്യത്തെക്കാത്തിനും ഏറ്റവും കൂടുതൽ ഒരാളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പലവിധ അസുഖങ്ങൾ വന്നിട്ട് ആളുകൾ ഡിപ്പെൻഡൻ്റ് ആയി ജീവിക്കാതെ ആളുകളെ സ്വന്തമായിട്ട് അറ്റ്ലീസ്റ്റ് ബാത്റൂമിലോട്ട് നടന്നു പോകുക, സ്വന്തം കാര്യങ്ങൾ ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നീ രീതിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ആയിക്കോട്ടെ നമ്മൾ അതിനുള്ള ചികിത്സയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റോബോട്ടിലേക്ക് ഒരു പേഷ്യന്റിനെ കണക്ട് ചെയ്യുന്നത് മുതൽ എങ്ങനെയാണ് ഇത് ശരിക്കും ഒരു വർക്കിംഗ് നടക്കുന്നത്? ഇവിടെ നമ്മളൊരു പേഷ്യന്റ് സ്റ്റാൻഡിക് ഫ്രെയിം വെച്ചിട്ട് നിൽക്കാനായി കഴിഞ്ഞാൽ നമ്മൾ റോബോട്ടിക് ഗേറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നിൽക്കുമ്പോൾ BP ഒന്നും കുറയുക, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റോബോട്ടിക് ഗേറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ പേഷ്യന്റ് അതുപോലെ ഒരു ഹാർനസ് ഒക്കെ ഇട്ടിട്ട് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് അതിൽ പേഷ്യന്റിനെ ഒന്ന് ഹാങ് ചെയ്യണ പോലെ ഹാങ് ചെയ്യിക്കും. എന്നിട്ട് താഴെ കാണാം ട്രെഡ്മിൽ പോലെ ഉണ്ട്. അതിനനുസരിച്ച് പേഷ്യന്റ് ഹാർനസ് യൂസ് ചെയ്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഒരു എക്സോസ്കെൽറ്റൽ സിസ്റ്റം ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഒരു പേഷ്യന്റിനെ ഈ ഒരു റോബോട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? അങ്ങനത്തെ പേഷ്യൻസിനാണ് യൂഷ്വലി റോബോട്ട് യൂസ് ചെയ്യുക. അപ്പോൾ റോബോട്ട് ഇവിടെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള വാക്കിംഗ് മൂവ്മെന്റ് കൊടുക്കും പേഷ്യന്റിന്. ആ വാക്കിംഗ് മൂവ്മെന്റ് വഴി ബ്രെയിനിലേക്ക് സിഗ്നൽ പോയിട്ട് ബ്രെയിനിലെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ മെല്ലെ മെല്ലെ പേഷ്യന്റിന് നടക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു ടെൻഡൻസി ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അല്ലേ? ഇതൊരു പേഷ്യന്റ് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത്ര സ്റ്റെപ്പ് നടക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ദിവസം നിങ്ങൾ അങ്ങനെ നിശ്ചയിക്കുന്നുണ്ടോ ഇതിൽ വെച്ചാൽ 900 സ്റ്റെപ്സ് വരെ ആണ് യൂഷ്വലി ചെയ്യിക്കാറുള്ളത്. ഒരു സെഷനിൽ തന്നെ 900 സ്റ്റെപ്സ് മെഷീൻ ചെയ്യിക്കുമ്പോൾ വെച്ചാൽ ഒരുപോലത്തെ ഒരു പാറ്റേണിൽ പേഷ്യന്റ് നടന്നുകൊണ്ടിരിക്കണം അത്രയും സ്റ്റെപ്സ്. പക്ഷെ നമ്മൾ പുറത്താണ് നടത്തിക്കുന്നുണ്ടെങ്കിൽ അത്രയും സ്റ്റെപ്സ് പേഷ്യന്റിനെ കൊണ്ട് ചെയ്യിക്കാൻ നമുക്ക് കഴിയില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഇത്രയും അധികം സ്റ്റെപ്സ് വെക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ പേഷ്യന്റ് നമുക്ക് നടത്തിക്കാൻ കഴിയും. അത് പേഷ്യന്റ് റിക്കവറിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒന്നുകൂടെ ഫാസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ റോബോട്ടിക്സിൽ ഫസ്റ്റ് ടൈം ഒരു പേഷ്യന്റ് വരും, നമുക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കുറേ പ്രൊഫൈൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ആൾക്കാരുടെ പ്രൊഫൈലാണ് അല്ലേ? അതെ, ഓരോ ആൾക്കാരുടെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റെ പ്രൊഫൈൽ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യം തന്നെ നമ്മൾ വൈറ്റൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറ്റൽസ് നമ്മൾ പ്രീ ആയിട്ട് നമ്മൾ വൈറ്റൽസ് ഒക്കെ നോട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന സ്ക്രീനിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതായത് നമുക്ക് സ്റ്റെപ്സ് ഇപ്പോൾ 50ലാണ് കിടക്കുന്നത്. നമ്മൾ മാക്സിമം 900 സ്റ്റെപ്പ് വരെയാണ് പോകുന്നത് റോബോട്ടിക്സിൽ. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഒരു 500 സ്റ്റെപ്പ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എക്യുപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കുറയ്ക്കും കൂട്ടും ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് എന്റർടൈൻമെന്റ്സ്, അതായത് കുറേ ടൈപ്പ് ഓഫ് എന്റർടൈൻമെന്റ്സ് നമുക്ക് സ്ക്രീനിൽ ഈ കാണുന്ന ഫ്രണ്ടിൽ TV-യിൽ വിസിബിൾ ആവും. അപ്പോൾ അതും നമുക്ക് എന്റർടൈൻമെന്റ്സും സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഈ സ്റ്റെപ്പ് ലെങ്ത്, അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇതൊക്കെ നമുക്ക് പേഷ്യൻ്റെ കംഫർട്ടും പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് പേഷ്യനെ നമ്മൾ ഗേറ്റ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഈ സ്ക്രീനിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ? അതേപോലെ ഓരോ പേഷ്യന്റ് ഓരോ സമയത്തുള്ള മാറ്റങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ചില പേഷ്യൻസ് സംസാരിക്കാൻ പറ്റില്ല, ചിലവർക്ക് കാല് കുറച്ച് ടൈറ്റ് ആവാണെന്നൊക്കെ അറിയാം. നമുക്ക് ഈ ഗ്രാഫിൽ നോക്കിയാൽ ഗ്രാഫിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും പേഷ്യന് ഇപ്പോൾ റൈറ്റ് ലെഗിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലൊക്കെ ഗ്രാഫിൽ നമുക്ക്
ഓ, അതൊക്കെ നിങ്ങൾക്ക് പുറത്തുനിന്ന് മനസ്സിലാവും അതെ അല്ലേ? അതെ. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ്? ഞങ്ങൾ ട്രീറ്റ്മെന്റ് വെച്ചാൽ ഒരു ടീം അപ്രോച്ചാണ്. അതിൽ ഫിസിയാട്രിസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് സോളോ തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ, റീഹാബിലിറ്റേഷൻ നഴ്സ്, അങ്ങനെ ഒരു ഫുൾ ടീം. ജസ്റ്റ് ഒരു ഫിസിയോതെറാപ്പി മാത്രമായിട്ടല്ല നിങ്ങളുടെ ഒരു ഇത് വർക്ക് നടക്കുന്നത് അല്ലേ? അങ്ങനെയല്ല, എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും അവരുടേതായിട്ടുള്ള റോൾ ചെയ്യും, തമ്മിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു കോംപ്രഹെൻസീവ് അപ്രോച്ചാണ്. ഫിസിയാട്രിസ്റ്റ് മെഡിക്കൽ മാനേജ്മെന്റ്, മെയിൻലി ഇൻവോൾവ് ഇൻ മെഡിക്കൽ മാനേജ്മെന്റ്. പിന്നെ ഫിസിക്കൽ തെറാപ്പിസ്റ്റുകളാണ് എക്സസൈസ് ചെയ്യാൻ, നടത്താനുള്ള ട്രെയിനിങ് കൊടുക്കുക. ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് പേഷ്യൻ്റ് ഫങ്ഷണൽ ഇമ്പ്രൂവ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യുക, അതായത് പേഷ്യൻ്റ് കടന്നിടത്ത് തിരിയാൻ, ഇരുന്നിടത്ത് നിന്ന് നീക്കാൻ, അങ്ങനെ ഓരോരോ ട്രെയിനിങ് ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കയ്യിൻ്റെ ഫംഗ്ഷനെല്ലാം. പിന്നെ സ്പീച്ച് ആൻഡ് സോളോ തെറാപ്പിസ്റ്റുകളാണ് ഭക്ഷണം ഇറക്കാനുള്ള ട്രെയിനിങ്, അതുപോലെ സംസാരിക്കാനുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ റീഹാബിലിറ്റേഷൻ നഴ്സിംഗ് ഏരിയ കെയർ ചെയ്യും. പലരും ഭക്ഷണത്തിന് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് സോളോ തെറാപ്പി കൊടുത്തിട്ടാണ് ട്യൂബൊക്കെ എടുക്കാൻ പറ്റുക. അപ്പോൾ അതിന് സോളോ തെറാപ്പിന് അസിസ്റ്റ് ചെയ്യാൻ നമ്മളെ കൂടെ ഒരു അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുള്ള വൈറ്റൽ സ്റ്റിം തെറാപ്പി കൂടെ ഉണ്ട്. സോളോ ചെയ്യാൻ സഹായിക്കുന്ന മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്കൊരു സ്ട്രോക്ക് വന്നു, അല്ല ഒരു ആക്സിഡന്റിൽ തലയിടിച്ച് വീണു, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇത്ര സമയം കൊണ്ട് ഇവിടെ എത്തണം, അങ്ങനെ എന്തെങ്കിലും ഒരു നിർബന്ധമുണ്ടോ ഈ ഒരു ചികിത്സക്ക്? നമ്മൾ സാധാരണ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ബ്ലഡ് ക്ലോട്ടായിട്ടുള്ള സ്ട്രോക്ക് വന്നാൽ വിത്തിൻ 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിനുള്ള മരുന്ന് എടുക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ്റെ ഗോൾഡൻ പീരീഡ് ഉണ്ട്. ഇനീഷ്യൽ 3 months ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ 3 മാസം. അതെ, ആദ്യത്തെ 3 മാസം. ആ 3 മാസം നമുക്ക് പേഷ്യന്റിനെ കിട്ടുകയാണെങ്കിൽ മാക്സിമം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ 3 മാസത്തിനുള്ളിൽ വന്നവർ മാത്രമാണോ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? അതല്ല, കുറച്ച് പഴക്കഞ്ച് നാളുകളുണ്ട്, ചിലപ്പോൾ 3, 4, 5 വർഷമൊക്കെ ഇങ്ങനെ കിടപ്പിലായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കുള്ള ചികിത്സ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഇനീഷ്യൽ 3 months പറയുമെങ്കിലും ന്യൂറോളജിക്കൽ റിക്കവറിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ആ സമയത്താണെങ്കിലും ഉള്ള വീക്ക്നെസ് വെച്ചിട്ട് നമുക്ക് ഇയാളെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, മാക്സിമം ഇൻഡിപെൻഡന്റ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് റിക്കവർ ആയ കേസുകളും ഉണ്ട്. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അത് അവർക്ക് റിക്കവർ ആയിട്ട് തിരിച്ചു പോകാൻ പറ്റും, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? പേഷ്യന്റ് റീഹാബിലിറ്റേഷനിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പേഷ്യന്റ് സിവിയറിറ്റി അനുസരിച്ചുണ്ടാവും എത്ര കാലം നിൽക്കണം എന്നുള്ളത്. അതായത് സ്ട്രോക്ക് ഒക്കെ ബ്രെയിൻ വന്നു കഴിഞ്ഞാൽ ബ്രെയിനിൽ എത്രത്തോളം ഡാമേജ് ഉണ്ട് അതിനനുസരിച്ച് അഡ്മിഷൻ്റെ ഡ്യൂറേഷനിൽ മാറ്റം വരും. അപ്പോൾ മൈൽഡ് ആയിട്ടുള്ള സ്ട്രോക്ക് ഒക്കെ ആണെങ്കിൽ പേഷ്യൻസ് ചിലപ്പോൾ 2 weeks കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആയി പോകും. പക്ഷേ സിവിയർ ആയിട്ടുള്ള സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഇപ്പോൾ 3 months 6 months വരെയൊക്കെ നിൽക്കേണ്ടി വരാം. അപ്പോൾ അധികം പേഷ്യൻസ് ആംബുലൻസിലായിരിക്കും വരിക, അതായത് ബെഡ് റിട്ടേൺ അവസ്ഥയിലായിരിക്കും വരുമ്പോൾ ഉണ്ടാവുക. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ബാത്റൂമിലേക്ക് സ്വന്തമായിട്ട് നടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ പേഷ്യൻറ്റിനെ യൂഷ്വലി ഡിസ്ചാർജ് ചെയ്യാറുള്ളത്. പേഷ്യൻറ്റ് മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഇവിടെ വരുന്ന പേഷ്യൻസ് ഒക്കെ എവിടെ നിന്നൊക്കെ വരുന്ന ആളുകളാണ് ഉള്ളത് ഇപ്പോൾ നിലവിൽ? കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള പേഷ്യൻസ് ഉണ്ട്, കൂടാതെ കേരളത്തിൻ്റെ പുറത്തുള്ള, അതായത് നോർത്തിൽ നിന്ന്, മുംബൈയിൽ നിന്ന്, മധ്യപ്രദേശ്, അങ്ങനെ ഏരിയയിൽ നിന്നൊക്കെ പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അല്ലേ? അതെ. ഇത് കൂടാതെ തന്നെ ഇന്റർനാഷണൽ പേഷ്യൻസ് ഉണ്ടാകാറുണ്ട്. ഒമാൻ, UAE, സൗദി പോലത്തെ കൺട്രീസിൽ നിന്നൊക്കെ പേഷ്യൻസ് വരാറുണ്ട്. ഗൾഫ് കൺട്രീസിൽ നിന്നും ആൾക്കാരോട് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതെ, ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒമാൻ എന്നൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് ഏകദേശം 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അതുവരെ ചെറിയ തോതിൽ തെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പേഷ്യൻ്റ് ഒരു വീൽ ചെയറിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ വീൽ ചെയർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തന്നെ 3 ആളെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടറിൽ വന്നു, കുറേ മാസങ്ങളോട് തെറാപ്പി ചെയ്തു. പിന്നെ കൂടാതെ പേഷ്യൻ്റ് കാലിൽ കോൺട്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടായി സർജറി ചെയ്തു. നമ്മൾ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റ് സർജറി ചെയ്തു. അതിനുശേഷം നമ്മൾ റോബോട്ടിക് റീഹാബിലിറ്റേഷനെല്ലാം സ്റ്റാർട്ട് ചെയ്തു. നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം നടന്നിട്ടാണ് അവർ ഡിസ്ചാർജ് ആയി പോയത്. ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട് അബോധാവസ്ഥയിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെയുള്ള ചികിത്സ നിങ്ങൾ ഇവിടെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനത്തെ പേഷ്യൻസിനെ ഞങ്ങൾ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആക്സിഡന്റ് പറ്റി കോമ സ്റ്റേജിൽ പോയ പേഷ്യൻസ് ഉണ്ടാവും. അവർക്ക് ശ്വാസം എടുക്കാൻ ട്രക്കിയോസ്റ്റമി ട്യൂബിൻ്റെ സഹായം വേണ്ടി വരും. അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തിന് NG ട്യൂബ് വേണ്ടി വരും. മൂത്രം കഴിക്കാൻ മൂത്രത്തിന് കത്തീറ്റർ ഇടാറുണ്ട്. ഇങ്ങനത്തെ പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ട് അവർ ഒരുപാട് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ തെറാപ്പിക്ക് പറഞ്ഞേക്കുമ്പോൾ വരുന്ന മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് അതിന് വേണ്ട മരുന്നുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ കോമ സ്റ്റിമുലേഷൻ മെത്തേഡ് ഉണ്ട്. ഇവർ അവൈക്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് കോമ എന്നുള്ള സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കും. അതുപോലെ നല്ല തെറാപ്പി കിട്ടുമ്പോൾ പേഷ്യൻസിൻ്റെ കോൺഷ്യസ്നെസ് ഇമ്പ്രൂവ്മെൻ്റ് ആവും. ഇങ്ങനെ കോൺഷ്യസ്നെസ് ഇമ്പ്രൂവ്മെൻ്റ് ആയ പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ട്രക്കിയോസ്റ്റമി ഊരുക എന്നാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ട്രക്കിയോസ്റ്റമി ഊരിയിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് NG ട്യൂബ് ഊരിയിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടുവരാമെന്നാണ്. അതിന് നമ്മൾ ഒരുപാട് സോളോ തെറാപ്പി, വൈറ്റൽ സ്റ്റിപ്പ് പോലത്തെ പുതിയ
ഇലക്ട്രിക് സ്റ്റിമുലേഷൻ ഓഫ് ദ സോളോയി മസിൽസ് ഉണ്ട്. അങ്ങനത്തെ ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് പേഷ്യൻറ്റിനെ പഴയ രീതിയിൽ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരും. പിന്നത്തെ നമ്മുടെ ഒരു ഗോൾ ഈ പേഷ്യൻറ്റിന് മൊബിലിറ്റി കൊണ്ടുവന്ന് നടത്തി അത്യാവശ്യം ബാത്റൂമിൽ പോകുന്ന രീതിയിലെത്തുമ്പോൾ നമ്മൾ വേറെ യൂറിൻ ട്യൂബ് എടുത്ത് കളയുക. അങ്ങനെ പേഷ്യൻറ്റിനെ ജീവിതത്തിൻ്റെ പഴയ സാഹചര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ മറ്റൊരു ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ചികിത്സ. ഇത്രയാണ് ആസ്റ്റർ മിംസ് അരീക്കോടിന്റെ PMR ഡിപ്പാർട്ട്മെന്റ് വിശേഷങ്ങൾ. നല്ല കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. തീരെ പ്രയാസമുള്ള ആളുകളെ എങ്ങനെ തിരിച്ചവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓരോ ആളുകളും ഏറ്റെടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സ് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മളെ മുന്നിലും ഇതേപോലെ എത്രയോ ആളുകൾ ഉണ്ടല്ലേ, അവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും നല്ല ചികിത്സ എവിടെയാണോ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ തന്നെ ചൂസ് ചെയ്യുക എന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തേലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.